ശക്തമായ മഴയിൽ കരിക്കോട്ടക്കരിയിൽ വ്യാപക നാശനഷ്ടം, ഭീഷണി ഉയർത്തി മതിൽ തകർച്ചയും. കരിക്കോട്ടക്കരി പ്രദേശത്ത് ഇന്നലെ പെയ്ത ശക്തമായ മഴയിൽ വ്യാപക നാശനഷ്ടങ്ങളും അപകട ഭീഷണിയും. ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ ലഭിച്ച വീടിന് സമീപം വലിയ തിട്ടയിടിയുന്ന അവസ്ഥയിലാണ് ചെറുകാട്ടുവളപ്പിൽ നസീമയുടെ വീടുള്ളത്. കുറഞ്ഞ സ്ഥലം മാത്രമുള്ള ഇവിടെ തിട്ട ഇടിഞ്ഞു വീഴാൻ സാധ്യതയേറെയാണെന്നും മറ്റെവിടെയും മാറി താമസിക്കാൻ ഇടമില്ലാത്ത നസീമയുടെ കുടുംബത്തിന് പഞ്ചായത്തിൽ നിന്നോ മറ്റു അധികാരികളിൽ നിന്നോ അടിയന്തര സഹായം വേണമെന്നും ആവശ്യമുയരുന്നുണ്ട്. കരിക്കോട്ടക്കരി ഗ്രാമീൺ ബാങ്കിന് പിറകുവശത്തായി റിജു വക്കീൽ, ദേവസ്യ, ഫിലിപ്പ് എന്നിവരുടെ വസ്തുവിലുണ്ടായിരുന്ന കല്ലുകൊണ്ട് നിർമ്മിച്ച വലിയ പാർശ്വഭിത്തി തകർന്നു വീണു. പൂക്കുളം ജോസഫ് ഏട്ടന്റെ കുടിവെള്ള കിണറ്റിലേക്ക് പുഴവെള്ളം കയറുകയും പാർശ്വഭിത്തി തകർന്നു വീഴുകയും ചെയ്തു. കലുങ്ങുകൾക്കും പാലത്തിനും കേടുപാടുകൾ സംഭവിച്ച കളിപ്പുരക്കൽ പാലത്തിന്റെ ഇരുവശങ്ങളിലെയും കോൺക്രീറ്റ് അടർന്നുമാറി. നവജ്യോതി കുടിവെള്ള പദ്ധതി വേൾഡ് വിഷനും പഞ്ചായത്തും ചേർന്ന് നടപ്പിലാക്കിയ നവജ്യോതി കുടിവെള്ള പദ്ധതിയുടെ പ്രദേശം വെള്ളത്തിനടിയിലായതോടെ പദ്ധതിയും ഭീഷണിയിലാണ്. 10ാം വാർഡിൽ വ്യാപകമായി വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. കുട്ടികൾ സ്കൂളിൽ പോകുന്ന വഴികളിലെ അപകടാവസ്ഥയും സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുകളും വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മനോജ് എം കണ്ടത്തിൽ അടക്കമുള്ള ജനപ്രതിനിധികളും പഞ്ചായത്ത് അധികൃതരും സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. അപകട ഭീഷണി ഒഴിവാക്കാൻ ശാശ്വതമായ കോൺക്രീറ്റ് പ്രവൃത്തികളും കലുങ്ക് നിർമ്മാണങ്ങളും അടിയന്തരമായി നടപ്പിലാക്കണമെന്ന് നാട്ടുകാരുടെ ആവശ്യം. മലബാർ മീഡിയ ന്യൂസിന് വേണ്ടി വിനീത. ഇതിൻ്റെ ഒരു സാഹചര്യമുണ്ട്, അതുകൊണ്ട് ഇനി ഇടിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പഞ്ചായത്തിൽ നിന്നോ നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നോ എന്തെങ്കിലും ഒരു സഹായം ഇവർക്ക് എത്രയും അടിയന്തരമായി കിട്ടേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. വേറെ ഒന്നും പോയി താമസിക്കാനായിട്ട് അടുത്ത് ഇവർക്ക് വീടുകളൊന്നുമില്ല. അപ്പം അതിന് വേണ്ട ഇതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ വാർഡിൽ നമ്മുടെ കരിക്കോട്ടക്കരി ഗ്രാമീൺ ബാങ്കിൻ്റെ പുറകുവശത്തായിട്ട് റിജു വക്കീലിൻ്റെയും ദേവസ്യ കുടിയമ്പുരക്കലിൻ്റെയും ആ പ്ലാക്കലിൻ്റെയും സ്ഥലത്ത് ഒരു പാർശ്വഭിത്തി ഉണ്ടായിരുന്നു, കരികൊണ്ടായിരുന്നു. അതവിടെ തകർന്നിട്ടുണ്ട്. അതും വല്ലാത്ത രീതിയിൽ അവിടെ അടുത്തടുത്ത് കുറേ വീട്ടുകാർ താമസിക്കുന്നതാണ്. അതും ഒരു അപകട ഭീഷണിയാണ്. വെള്ളക്കെട്ട് പല സ്ഥലത്തും 10ാം വാർഡിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കളപ്പുരക്കൽ പാലത്തിൻ്റെ അവിടുത്തെ 2 സൈഡത്തെ കോൺക്രീറ്റ് ഇളകി മറിഞ്ഞു പോയിട്ടുണ്ട്. ഇന്നലെ ചെന്ന് ഞങ്ങൾ അതൊന്ന് ചെറിയൊരു അപകട സൂചന പോലെ ഞങ്ങൾ വെച്ചിട്ട് പോകുന്നതാണ്. ഇന്ന് ചെന്ന് രാവിലെ ഞാൻ നോക്കുമ്പോൾ ആ കല്ല് പോലും ഇല്ല. ഇപ്പം നമ്മുടെ പഞ്ചായത്തിൽ നിന്നും വേണ്ടപ്പെട്ടവരും നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മനോജിൻ്റെയൊക്കെ കൂടെ ഞങ്ങൾ അവിടെ വിസിറ്റ് ചെയ്തിരുന്നു. അപ്പം 2 വശം തകർന്ന നിലയിലാണ് അവിടെ കിടക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ താഴത്തെ വെപ്പുഴപ്പാലം തൊട്ട് കമ്പിനേരപ്പോട്ടുള്ള ആ പാലവും അപകടാവസ്ഥയിലാണ്. ഇന്നത്തെ വെള്ളത്തള്ളലിലും മരങ്ങളും മറ്റു വസ്തുക്കളും ഒക്കെ വന്ന് വീണതിൻ്റെ ഭാഗമായിട്ട് കൈവിരിക്കൊക്കെ നല്ലൊരു സംഭവിച്ചിട്ടുണ്ട്, കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം അപകടത്തിൻ്റെ വക്കിലിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ വാർഡിൽ കുറേ വെള്ളക്കെട്ടുകളുണ്ട് പല സ്ഥലം.